അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം എനിക്ക് ഒരു ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. നമ്മുടെ കടയിൽ കസ്റ്റമറായിട്ട് വരുന്ന കുട്ടികളാണ് രണ്ടുപേരും. അപ്പോൾ അവരുടെ കല്യാണത്തിന് ആലപ്പുഴ പഴവീട് അമ്പലത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഡംബരമൊന്നും ഇല്ലാത്തൊരു കല്യാണമായിരുന്നു. അപ്പം അവർ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നിരസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ അവിടെ പോയിരുന്നു. അങ്ങനെ കുട്ടി ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ താലികെട്ട് സിമ്പിളായിട്ട് ഒരു പൂജാരിയും വിളക്കും ഒന്നുമില്ലാതെ അവർ രണ്ടുപേരും പരസ്പരം മാലയിട്ടു താലിയൊക്കെ കെട്ടി. ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം ആരും ഒത്തുചേരാത്ത ഒരു വിവാഹം. ചെറുക്കൻ്റെ വീട്ടുകാർ മാത്രം അവർക്ക് സപ്പോർട്ട് നൽകി. അങ്ങനെ വലം വെച്ചു. അമ്പലത്തിൽ എല്ലാം രണ്ടുപേരും കൂടെ വലം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലും അവരുടെ മുഖത്ത് നല്ല ചിരിയായിരുന്നു. അപ്പോൾ നമുക്കും സന്തോഷം തോന്നി. അവരുടെ ചിരി എല്ലാം അതിൽ നമ്മളും പങ്കുചേർന്നു. അങ്ങനെ കുട്ടികളുടെ കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ ഫോട്ടോ എടുത്ത് ഞാനും ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ തൊട്ട് പുതിയ പെണ്ണിന് ഉമ്മ കൊടുക്കുകയാണ്. കാരണം എൻ്റെ ഒരു മകളെപ്പോലെ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കുട്ടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും എനിക്ക് ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തവർ പറഞ്ഞു. അങ്ങനെ സന്തോഷകരമായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പയ്യൻ്റെ അപ്പച്ചിയായിരുന്നു. അതുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരിക്കുകയാണെങ്കിൽ സദ്യയുടെ ഇലയിൽ നിന്ന് തുടക്കത്തിലെ ഉപ്പേരി അതെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വിളമ്പി വരും. വാവയാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായിട്ട് സദ്യയൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. പരിപ്പും പപ്പടവും പഴവും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. ഇനി പായസം കഴിക്കുന്നതിൻ്റെ ആ മൂഡിലോട്ട് പോവുകയാണ്. അരിപ്പായസമായിരുന്നു. എനിക്ക് കഴിക്കണമെന്നും ഉണ്ടായിരുന്നു, കഴിക്കാം. കാരണം ഷുഗർ ഉള്ളത് കൊണ്ട്. എന്നാലും ഞാൻ ഇടാൻ പറഞ്ഞു. ഇട്ട് നല്ല പഴമൊക്കെ കൂട്ടി നല്ല കുഴച്ചങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ച് ഞാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി യാത്ര ചോദിക്കുന്നതിൻ്റെ ആ സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ വിരുന്ന് വിളിക്കാനായിട്ട് എല്ലാം പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ച്